കഞ്ചാവടിച്ച യുവാക്കളുടെ അഴിഞ്ഞാട്ടം. വഴിയാത്രക്കാരിലടക്കം ഭീതി പടർത്തിയ 3 പേരെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി സംഘാംഗങ്ങളായ 2 പേർ അറസ്റ്റിലായി, മറ്റ് 6 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കൊലപാതകത്തിന് മുൻപ് കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. തിരുവാതുറയിലെ ഇർഫാന്റെ മരണത്തിൽ സുഹൃത്ത് ഫൈസൽ കസ്റ്റഡിയിൽ. ഇർഫാൻ മരിച്ചത് അമിതമായി മയക്കുമരുന്ന് ഉള്ളിച്ചെന്നാണെന്നാണ് വിലയിരുത്തൽ. ലഹരിക്ക് അടിമകളായി നടത്തിയ ഈ ആഘോഷത്തിലാണ് അനന്തുവിനെ കൊല്ലാൻ ഇവർ തീരുമാനിച്ചത്. കൈവനം സ്വദേശി റോഷനുമാണ് അറസ്റ്റിലായത്. ഫ്ലൈയിങ് സ്ക്വാഡിലെ ASI സുധീർ അടക്കമുള്ള പോലീസുകാരാണ് സ്ഥലത്തെത്തി യുവാക്കളെ നേരിടാൻ ഒരുങ്ങിയത്. എടി, നീ എന്തിനായിരുന്നു വിളിക്കുന്നത്? ഞാൻ എത്തുന്നേ ഉള്ളൂ. ഞാൻ വക്കീലിനെ കണ്ടിട്ട് തിരികെ വിളിക്കാം. അവ ഓരോ യാടോകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പം നീ അല്ലേടി അവനെ സപ്പോർട്ട് ചെയ്ത. ഇനി ഞാൻ കിടന്ന് അനുഭവിക്കണം. കോടതി കയറി ഇറങ്ങി നരയിക്കും. ശരി, നീ വെയ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എത്ര ഏട്ടാ? 40 രൂപ. സാറേ, അനിൽ സാറുണ്ടോ? അനിൽ സാർ ഇവിടെ ഇല്ലല്ലോ. ഒരു ഫംഗ്ഷന് പോയിരിക്കുക, അവിടെ ചെന്നാൽ കാണാം. എവിടെയാ സാറേ ഫംഗ്ഷൻ? ഫംഗ്ഷനുടെ അടുത്താ KNS സെൻട്രൽ സ്കൂളിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാതിഥിയായി ഇന്നിവിടെ എത്തിച്ചേരുന്ന സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ ഇൻഫ്ലുവൻസറുമായ അഡ്വക്കേറ്റ് ശ്രീ അനിൽ ചന്ദ്രശേഖരൻ, കേരള എക്സൈസ് വകുപ്പിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ വിജയൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികൾ, അധ്യാപകർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഓരോരുത്തരെയും ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച ശ്രീ വിജയൻ സാറിനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം നമ്മുടെ കുട്ടിക്കാലമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, പഠനങ്ങൾ, പുസ്തകങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയാണ് നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപമാണ് നമ്മുടെ പുതിയ തലമുറ ലഹരിക്ക് അടിമയാവുന്നത്. ഞാനൊരു കഥ പറയാം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കഥ.
അധികം യാത്രയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. കിടന്നു പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? ആദ്യമായിട്ടല്ലേ ചേട്ടാ അവൻ നമ്മളെ വിട്ടു നിൽക്കുന്നത്. കൂടെ വരാതിരിക്കാൻ മനസ്സനുവദിച്ചില്ല. എടി, നീ പറയുന്നത് കേട്ടാ തോന്നും നമ്മൾ അവനവിടെ ഉപേക്ഷിച്ചിട്ട് വന്നാണെന്ന്. ആ ഹോസ്റ്റലിൽ അവന് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുമോ ചേട്ടാ? പിന്നില്ലാതെ നമ്മുടെ അവൻ രക്ഷപ്പെട്ട പിന്നെ എന്തു അടി പേടിക്കാനുള്ളത്? അതൊക്കെ നടക്കും ചേട്ടാ. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനി ഒന്നും ഉണ്ടാകണ്ട. നീ പോയി കിടക്കാൻ നോക്ക്. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാം. എടാ വിമലേ, ഇത് അടിച്ചിട്ട് എനിക്ക് ഒന്നും ആകുന്നില്ലല്ലേടാ. ഇതെന്തോടാ പട്ടിത്തിട്ട് ഉണക്കി വെച്ചേക്കുന്ന? ഡാ, ആ ലിൻഡോ കാണാൻ വിളി, പുതിയ എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ പറ. അളിയൻ ചെന്ന് കേറിക്കോടെ, അവനാ കലിപ്പില്ല. പഴയ പോലെ നമ്മൾ ജോലി ചെയ്യുന്നില്ലെന്ന് അവന്റെ പരാതി. പുതിയ പിള്ളേരുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലേ അളിയ സംഗതി സീന. ഏത് നാറിയാടാ, പോയി നോക്കടാ. പാട്ടുകാരൻ വന്നല്ലോ. കയറി വാ. നിന്റെ പാട്ടും കൂടി ആകുമ്പോ സംഗതി കളറാവും. എന്താടാ നിനക്ക് ഇത്ര വരാൻ പാട്? വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ, വലിച്ചൂടായിരുന്നോ? വലിയടാ മോനെ, ഇതൊക്കെ ഒരു വൈബല്യടാ. വലിയടാ മോനെ, വലിച്ചു നോക്കടാ, നിന്റെ സംഗതി എല്ലാം പുറത്തു വിട്ടറാ. വലി എന്നാടാ വലി, നിന്റെ കഴിവുകളൊക്കെ പുറത്ത് വരട്ടെ പോനെ. ഇന്ന് ഞായറാഴ്ചയല്ലേ ചേട്ടാ, അവൻ വിളിച്ചില്ലല്ലോ. എടി, അവന് ഒരുപാട് പഠിക്കാൻ കാണും. ഇന്നലെയും വിളിച്ചതല്ലേ. എന്ന് ഹോസ്റ്റലിൽ ആഹാരം കഴിച്ച് അവൻ മടുത്ത് കാണും. അവൻ എന്താ ദിവസം ഇങ്ങോട്ട് വന്നാലേ? എടി, ഇന്നലെ ഞാൻ നമ്മുടെ വേണുവിൻ്റെ വീട്ടിൽ പോയായിരുന്നു. കവിത മോളുടെ സ്നേഹം ഒന്ന് കാണുമായിരുന്നു. എന്നെ നിർബന്ധിച്ച് ആഹാരം കഴിച്ചിട്ടാണ് വിട്ടത്. ഭാവി മരുമോളല്ലേ, എങ്ങനെ കഴിപ്പിക്കാതിരിക്കും? രണ്ടും കൂടെ കറങ്ങി നടന്ന് പടുത്ത ഉഴപ്പായിരുന്നാ മതി. നിങ്ങളൊന്ന് സമാധാനപ്പെടും മനുഷ്യ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്നാ അവർക്ക് കൊള്ളാം. നീ എവിടാ?
എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് വാ. ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? എന്താ നിനക്ക് വേറെ പണിയില്ലേ മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട്? ഒരു നല്ല കാര്യത്തിനല്ലേ വിളിച്ചേ. വാ ഇങ്ങോട്ട്. എടി നീ കൈന്ന് വിട്. ഒരു 10 മിനിറ്റല്ലേ ഉള്ളൂ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയാൽ മതി. വാ, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അവർക്ക് നിന്നെ കാണുകയും പരിചയപ്പെടുക ചെയ്യാലോ. ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാകട്ടെ, മനമേതെങ്കിലുമാകട്ടെ. ഹലോ, ഞാനങ്ങ് എത്തിക്കോളാം. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഈയിടെയായിട്ട് നിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതൊന്നുമില്ല, നിനക്ക് തോന്നുക. അല്ല, നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാലും നീ ഇപ്പൊ ഫോൺ എടുക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നീ എന്നെ കൂടുതൽ ഭരിക്കാൻ പറയാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടേ പറ. ഞാൻ പറയുന്നതൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എനിക്ക് അല്പം തിരക്കുണ്ട്, നീ പോവാൻ നോക്ക്. പിള്ളേർക്കുള്ള പാർട്ടി നടക്കുക. പുതിയ കുറേ എണ്ണത്തിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അവന്മാരൊന്ന് സൂപ്പിച്ച് നമ്മുടെ വഴിക്ക് എത്തിക്കാം. ഇല്ല ബായ്, ഞാൻ ഏറ്റു ബായ്. പിന്നെ ഞാൻ പറഞ്ഞ കാശിൻ്റെ കാര്യം ശരിയെന്നാ. നിനക്ക് പോയവനറിയാമോ? അറിയില്ലണ്ണ. ഇല്ലേ? ആരാ? നിനക്കറിയോടാ? ആരാണത്? വലിയ പുള്ളിയാ. ഇടയ്ക്കൊക്കെ ഇവിടെ വരൂ. ഈ കാണുന്ന സെറ്റപ്പെല്ലാം അവൻ്റെ. പണ്ടൊരു പതി കഞ്ചാവും കൊണ്ട് ഇവിടെ നടന്നവനാ. ഇപ്പം ഈ സിറ്റി വാങ്ങാനുള്ള കാശുണ്ട് അവൻ്റെ കയ്യിൽ. എടാ, നിന്നെ ഞാൻ പലതവണ വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തേ? ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാ. അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണമെന്ന്. നീ ഇവിടം വരെ വന്ന് അവളെ ഒന്ന് കണ്ടിട്ട് പോ. അവക്കൊരാശ്വാസവും. നിനക്കെന്താടാ പൈസക്ക് ഇത്ര ആവശ്യം? നീ ഇങ്ങനെ കുറേ ആയല്ലോ.
കൂടുതൽ പ്രസംഗിക്കാൻ പൈസ അയക്കാൻ നോക്കുക. ഹലോ. ഹലോ. എന്താ വിജയൻ സാറേ ഈ രാത്രിയിൽ? അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ ഓഫീസിലോട്ടൊന്ന് വാ. ഡോ, അവ അവിടെ കുറേ നേരമല്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട്? അവിടെ ഇരിക്കാൻ പറ. അവിടെ എൻ്റെ സാറേ, ഇവനെ പോലുള്ളവന്മാരുടെ ഒരു സെൻറ്റിമെൻറ്റ്സും കാണിക്കരുത്. കണ്ട കഞ്ചാവ് MDMA ഒക്കെ അടിച്ചിട്ട് ഇവനൊക്കെ കാണിക്കുന്ന കഴപ്പെന്താണെന്ന് സാറിന് അറിയാമോ? ഇവനെയൊക്കെ ഇടിച്ച് നട്ടലൊടിക്കണം സാറേ. ചന്ദ്ര ഇരിക്ക്. പിന്നെ ഞങ്ങൾക്ക് രഹസ്യമായി കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവനെ ഫോളോ ചെയ്തത്. ചേസ് ചെയ്ത് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അത് തൻ്റെ മോനാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ചന്ദ്ര, ഇതിപ്പോൾ നിൻ്റെ ഭാഗ്യം കൊണ്ട് ഇതിപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കാര്യമാണ്. സാറേ, അവൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെയാണോ? അവൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുക. അവളിതറിഞ്ഞ ആയുസിൻ്റെ പകുതിയോളം പുറം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. അവൻ പഠിച്ചൊരു നിലയിൽ തന്നെ ആഗ്രഹിച്ചു. അവന് ഈ വന്ന് നിൽക്കുന്നത്. ശരി സാറേ, വലിയ ഉപകാരം. ചതിക്കുമായിരുന്നു ഞങ്ങളല്ലേടാ. ചന്ദ്ര, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയായോ? അനിലെവിടെ? പുറത്തേക്ക് ഇറങ്ങാറില്ല. മുറി അടച്ച് ഒറ്റ ഇരിപ്പാണ്. വ്യാഴാഴ്ചയല്ലേ ഓപ്പറേഷൻ? പൈസയൊക്കെ റെഡിയായോ? വീട് പണയം വെച്ച് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റന്നാളെങ്കിലും അഡ്മിറ്റ് ആവണം. ചന്ദ്ര, ഞാൻ ഇറങ്ങുക. ഹോസ്പിറ്റലിൽ ഞാൻ എത്തിക്കോളാം. ശരി. എടി എഴുന്നേറ്റ്. എന്തുറക്കം അത്?
ചേട്ടൻ അമ്പലത്തിൽ പോയോ? നാളെ ആശുപത്രിയിൽ പോകാനുള്ളതല്ലേ, അമ്പലത്തിലേക്ക് ഒന്ന് പോയി. അവൻ എന്തിയേ, ഇവിടെ ഇല്ലേ? അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു, അവരവൻ്റെ റൂമിലുണ്ട്. എന്തു ചേട്ടാ നോക്കുന്നേ? ഒന്നുമില്ലടി. ചേട്ടാ എന്തോ നോക്കുന്നേ? ചേട്ടാ എന്തോ, ചേട്ടാ എന്തോന്ന് പറഞ്ഞിട്ട് പോ. നശിച്ചവനെ, ഇത്രയൊക്കെയായിട്ട് നിനക്ക് മതിയായില്ലടാ. എന്റെ ശ്രീദേവിയുടെ ജീവന്റെ വിലയുള്ള പൈസയാണത്. വെറുതെ ഞാനത്. നിരോധിതമായ മയക്കുമരുന്ന് അനധികൃതമായി കൈവശം വച്ചതിനും സ്വന്തം പിതാവിനെ മൃഗീയമായി വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിക്ക് 8 വർഷം തടവും 50,000 രൂപ പിഴയും വിധിക്കുന്നു. പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. കൂടാതെ പ്രതിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനും കോടതി ഉത്തരവിടുന്നു. നമുക്കൊരു അപ്പീൽ കൂടി കൊടുത്ത് നോക്കാം. ശരി. സാറേ, എന്താ ഇവിടെ? എനിക്കറിയാവുന്ന ഒരാളാണ്. ഇയാളുമായിട്ട് കുറച്ചു നേരം എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ആയിക്കോട്ടെ സാറേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് സംസാരിക്കേണ്ടായിരിക്കും. എനിക്ക് സംസാരിച്ചേ പറ്റൂ. നീ അത് കേൾക്കുകയും ചെയ്യും. നീ എന്ത് നേടിയടാ? തിരുത്താൻ അവസരം കിട്ടിയിട്ടും നീ അത് ചെയ്തില്ല. ലഹരിയുടെ സുഖം തേടി പോയപ്പോ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ അമ്മയെക്കുറിച്ച് നീ ഓർത്തോ? അവരിന്ന് ഈ ലോകത്തില്ലാത്തതിന് കാരണക്കാരൻ നീയാണ്. പിന്നെ നിന്റെ അച്ഛൻ സഹിക്കാൻ കഴിയുന്നതിലപ്പുറം നിനക്ക് വേണ്ടി സഹിച്ചു. നീ ഏത് ജയിലിൽ പോയി കിടന്നാലും അവരോട് കാണിച്ചതിനുള്ള പരിഹാരം ആവില്ലടാ. നീ പാഴാക്കിയ മുതലിന്റെ കണക്ക് നീ കൂട്ടി വെച്ചോ. ഇനിയുള്ള നിന്റെ ജീവിതം കണക്ക് നിൽക്കാനുള്ളതാണ് കേട്ടോ. നീ കരുതിയിരുന്നോ? വാടാ പോവാം. ഓർമ്മകൾ തിരതല്ലുമോർമ്മകൾ ഓർമ്മകൾ തിരതല്ലുമോർമ്മകൾ നനയുന്നു മിഴിപ്പൂകൾ നീളുമിരുൾ പാതയിൽ ഏകനാണിന്നു ഞാൻ എങ്ങോ മറന്നു ഞാൻ താരാട്ടിനീണവും
അറിയാതെ പോയൊരാ തണലാമരത്തെയും കാതരേ നിൻ കൈവിരൽ തുമ്പുമകന്നു. നിൻ കൈവിരൽ തുമ്പുമകന്നു. ഇനി എന്നു പൂക്കുമോ കിനാവിൻ്റെ വള്ളികൾ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതുവരെ നിങ്ങൾ കേട്ട കഥയിലെ കഥാപാത്രത്തെ നിങ്ങൾക്ക് കാണണ്ടേ? ഏവരുടെയും അനുവാദത്തോടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അതിയായ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്നെ ഇതിന് പ്രാപ്തനാക്കിയ വ്യക്തിയിൽ നിന്ന് തന്നെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വഴിതെറ്റിപ്പോകാമായിരുന്ന എൻ്റെ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിച്ച വിജയൻ സാറിനെ പോലെയുള്ളവർ ഈ സമൂഹത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ലഹരിയുടെ സാങ്കല്പിക ലോകത്ത് കൈവിട്ടു പോയേക്കാവുന്ന എൻ്റെ ജീവിതം തകർന്നു പോകാതെ തിരികെ ഏൽപ്പിച്ചൊരു കൂട്ടർ ഈ സമൂഹത്തിലുണ്ട്. അവരെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്, ലഹരി മരണത്തേക്കാൾ ഭയാനകമാണ്. അതെ, ഡെഡ് ഡ്രഗ് എൻഡ്സ് ഓൾ ഡ്രീംസ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ് കൗമാരപ്രായക്കാരുടെ കൈകളിലേക്ക് എത്തുന്ന സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സുകൾ. തകർക്കും തോറും കൂടിച്ചേരുന്ന ഈ അധമക്കൂട്ടായ്മയെ തകർക്കാൻ ഓരോ പൗരനും ഒരു സൈന്യമാകണം. കഴിഞ്ഞുപോയ കാലത്ത് നഷ്ടപ്പെടുത്തിയതൊക്കെ തിരിച്ചുപിടിക്കാൻ അനിവാര്യമായത് ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വരിക എന്നത് മാത്രമായിരുന്നു. ഞാൻ കണ്ടതും പരിചയപ്പെട്ടതുമായ ലഹരിയുടെ ലോകത്തെ ഓരോ വേരുകളും അറുത്തെറിയാൻ ഞാൻ തീരുമാനിച്ചു. എനിക്കുറങ്ങാൻ കഴിയുന്നില്ല സാറേ. എൻ്റെ അച്ഛനെ ഒന്ന് കാണണം. ചെയ്തു പോയ തെറ്റുകൾക്ക് ആ കാലിൽ വീണ് മാപ്പ് പറയണം. അച്ഛൻ്റെ പഴയ മകനായി തിരിച്ചു വരണം. എങ്കിലേ എൻ്റെ അമ്മയുടെ ആത്മാവിനോട് പൊറുക്കൂ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, മനസ്സിൽ തട്ടിയാണെങ്കിൽ, ഈ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ നീ മാറണം. അതെങ്ങനെ സാറേ? നീ പഠിക്കണം. നിനക്കതിന് കഴിയും. നമ്മുടെ കുടുംബം, നല്ല സൗഹൃദങ്ങൾ, അതിലും വലിയ ലഹരി മറ്റെന്താണ്?